ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മട്ടൺ ലിവർ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. മട്ടൺ ലിവർ വരട്ടുന്നതിനായി ആദ്യം നമ്മളിത് 320 ഗ്രാം ലിവറുണ്ട്. ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മട്ടൺ ലിവർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനിഗർ, കുറച്ച് വിനീഗറും, 1 ടീസ്പൂൺ വിനീഗറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, നന്നായി തിരിഞ്ഞ് 4-5 വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇതിൻ്റെ ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ട്, അതൊന്ന് പോയി കിട്ടാനാണ്. 1 മിനിറ്റ് ഒന്ന് വെച്ച ശേഷം നമുക്ക് കഴുകിയെടുക്കാം. വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി കഴുകി വൃത്തിയാക്കി 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലഡെല്ലാം ഒരുവിധം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. വളരെ കുറച്ച് ലിവറേ ഉള്ളൂ, അതുകൊണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 20 മിനിറ്റ് വയ്ക്കാം. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. ഇനി ഇതിന് വേണ്ട മറ്റു സാധനങ്ങൾ റെഡിയാക്കാം. 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ലിവറൊക്കെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റാവശ്യമുള്ള സാധനങ്ങൾ: ഒരു ചെറിയ മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 1/2 കപ്പ് കുഞ്ഞുള്ളി ചതച്ചത്, ഒരു മീഡിയം സവാള അരിഞ്ഞത്, ഒരു 2 കറിവേപ്പില, 2 പച്ചമുളക് കീറിയത്, വെളിച്ചെണ്ണ, ഉപ്പ്, പെരുംജീരകം. ഇത് നമ്മൾ 1/2 ടീസ്പൂൺ പെരുംജീരകമായിട്ട് തന്നെ ഇടണം. നേരത്തെ നമ്മൾ പൊടി ചേർത്തിരുന്നു. ഇത് പെരുംജീരകം, വലിയ ജീരകം. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. കുരുമുളകാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത്. അത് ഇടയ്ക്ക് ഫ്രൈ ചെയ്ത ശേഷം ഉപയോഗിക്കും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി ഒന്ന് ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. അതൊന്ന് നോക്കട്ടെ. നോക്കുമ്പോഴത്തേക്ക്
2 പച്ചമുളക്, അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത്, അങ്ങനെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ട് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. സവാളയും കുഞ്ഞുള്ളിയും ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്കതിലേക്ക് ചായച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. അത് ഓയിലൊന്ന് മൂപ്പിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ ലിവറിൽ 1/2 ടീസ്പൂൺ ചേർത്തിരുന്നു. ലാസ്റ്റ് നോക്കിയ ശേഷം ബാക്കി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിൽ കിടന്നൊന്ന് മൂക്കട്ടെ. മഞ്ഞൾപ്പൊടി മൂത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റാം. ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴലിട്ട് ഉള്ളിയൊക്കെ നന്നായി വഴലിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാല പുരട്ടിയ ഇവ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഒരുപാട് സമയം വേവൊന്നുമില്ല. ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും. അതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്ന് നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമാക്കി വേവിക്കാം. അടപ്പൊന്ന് തുറക്കാം. കൂട്ടിയിടാം. ഗോട്ട് ലിവർ അഥവാ മട്ടൺ ലിവർ റെഡിയായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം.
ലിവറിൻ്റെ കളറെല്ലാം മാറി ഏകദേശം ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ചിലർ വെളിച്ചെണ്ണ ചേർക്കും, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞങ്ങൾക്ക് നെയ്യ് ചേർക്കുന്ന ഇഷ്ടമാണ്. നെയ്യും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യും. ലിവർ കുരുമുളക് ഇട്ട് വരട്ടിയ ലിവർ റെഡി. ലിവർ വരട്ടിയത് റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഓഫ് ചെയ്ത ശേഷം കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിനൊന്ന് പിടിക്കണം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ടൊന്ന് ഇളക്കാം. അടപ്പ് തുറക്കാം. മട്ടൻ ലിവർ വരട്ടിയത് റെഡി. പെപ്പർ കുരുമുളക് ഇട്ട് വരട്ടിയ മട്ടൻ ലിവർ റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.